നമ്മുടെ ശരീരത്തിലെ ചലനങ്ങളും ചലനം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള താളങ്ങളും ഇത് തമ്മിലുള്ള ബന്ധം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇതിനെ സിമ്പിളായിട്ട് ഡാൻസ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മളൊരു റിഥം കേൾക്കുന്നു, ഒരു ബീറ്റ്സ് കേൾക്കുന്നു, ഒരു ചെണ്ടമേളമാകാം, ഒരു പാട്ടാകാം, എന്തും ആകാം, ഒരു ബീറ്റ്സ് റിഥം. അതിനോടൊപ്പം നമ്മൾ നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്നു. ഇത് വലിയൊരു കഴിവാണ്. എൻ്റെ ചില ഓഫ്ലൈൻ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തവർക്ക് നല്ലപോലെ അറിയുമായിരിക്കും. ഞാൻ അവരുടെ കൂടെ നാലഞ്ചാളുകളെ ഒരുമിച്ച് നിർത്തിയിട്ട് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് താളം പിടിക്കാൻ പറയും. ഞാനപ്പോൾ അവിടെ ഒരു റിഥം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. ഒന്നുകിലൊരു പഞ്ചവാദ്യമോ പാണ്ടിമേളോ ശിങ്കാരിമേളോ എന്തിൻ്റെയെങ്കിലും ഒരു ഫേക്ക് വെർഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും, ടേബിളുകളും മറ്റും ഉപയോഗിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോ താളം കൊടുക്കും. ഒരാൾ ഇത് കൊട്ടിക്കൊണ്ടേയിരിക്കണം, ഒരാൾ മറ്റേത് കൊട്ടിക്കൊണ്ടേയിരിക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ടാവും എന്നുള്ളതാണ്. ബട്ട് ഈ സാധനം പലർക്കും പറ്റാറില്ല, സാധിക്കില്ല ചെയ്യാൻ. ഇതിനുള്ള കാരണം എന്താണെന്നറിയോ? അവരുടെ മൈൻഡ് ഈ ഗ്രൂപ്പ് റിഥം ക്രിയേഷൻ ആക്ടിവിറ്റിയിലേക്ക് സിങ്കാവുന്നില്ല. മനുഷ്യരുടെ മനസ്സുകൾ പരസ്പരം സിങ്കാക്കാൻ കഴിയുന്നില്ല. നമുക്ക് പലപ്പോഴും ഈ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ലേ? പല കാര്യങ്ങളുമായിട്ടും നമ്മുടെ മനസ്സങ്ങോട്ട് ഇണങ്ങാത്തൊരു പ്രശ്നം, മനസ്സതിൻ്റെ കൂടെ സിങ്കാവില്ല. ഈ പ്രശ്നത്തിനുള്ള മൈന്യൂട്ട് ലെവലിൽ നിന്നുള്ള ഒരു പരിഹാരം, ഒരു ട്രെയിനിങ്ങാണ്. നമ്മൾ ഒരു റിഥത്തിൻ്റെ കൂടെ, ഒരു എന്താ പറയുക, സംഗീതത്തിൻ്റെ കൂടെ അതിന് ഇണങ്ങുന്ന രീതിയിൽ ബോഡിയെ ചലിപ്പിക്കുക, ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ മൈൻഡ്ഫുൾനെസ് ചലഞ്ച്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടരുത്. വളരെ ഒരു സാധനയായിട്ട് ഇതിനെ കാണണം, ഒരു പ്രൊഫഷണൽ ലെവലിൽ കാണണം. ഒരു സ്റ്റെപ്പ് പഠിച്ചാൽ മതി നിങ്ങൾ, അതായത് ഒരു ലൈനിന് പഠിച്ചാൽ മതി. ഒരു പാട്ടിന് മുഴുവൻ പോയി ഡാൻസ് ചെയ്തിട്ട് വരിക എന്നുള്ളതല്ല. ഒരു പല്ലവി, ഒരു പാട്ടിൻ്റെ ഒരു ലൈനിന് ഡാൻസ് പഠിച്ചാൽ മതി. ആ പാട്ടിൻ്റെ ആ ഒരു ലൈനിന് പറ്റിയ ഒരു നല്ല ഡാൻസ് സ്റ്റെപ്പ് സ്വയം ഒന്നുകിൽ കമ്പോസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കിയിട്ട് ആ ഡാൻസിന് പറ്റിയ ആ മ്യൂസിക്കിന് പറ്റിയ നല്ല സ്റ്റെപ്പുകൾ കണ്ടുപിടിക്കുക. എന്നിട്ടത് പഠിക്കുക, കുറച്ച് സമയമെടുത്തിട്ട് പഠിച്ചിട്ട് അത് സ്വയം ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫാസ്റ്റ് വെർഷൻ പാട്ടുകൾ എടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണ്ട. കാരണം ഇത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ്, DJ പ്രാക്ടീസ് അല്ല. അതുകൊണ്ട് സ്ലോ വെർഷൻ പാട്ടുകൾ വേണം യൂസ് ചെയ്യാൻ. സ്ലോ എന്ന് പറഞ്ഞാൽ സ്ലോ ആകണമെന്ന് പോലും ഇല്ല, എന്നാലും ഒരുപാട് ഫാസ്റ്റായിട്ടുള്ള സാധനമോ DJ ഒന്നും ആകരുത് കേട്ടോ. മറ്റൊരു കാര്യം, നിങ്ങളിതിൽ കൊടുക്കുന്ന ആ ഡാൻസ് സ്റ്റെപ്പുകളും കുറച്ചൊരു സ്ലോ മൂവ്മെൻറ്റ്സ് ആയിരിക്കണം. ഭയങ്കര ഹൈ സ്പീഡ് മൂവ്മെൻറ്റ്സ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അപ്പോഴേ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. തിരുവാതിരക്കളിയുടെയൊക്കെ സ്റ്റെപ്പുകൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ വളരെ മെഡിറ്റേറ്റീവ് ഡാൻസുകളാണ്. തിരുവാതിരക്കളിയുടെ സ്റ്റെപ്പുകൾ, മോഹിനിയാട്ടത്തിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കണ്ടിട്ടില്ലേ? കഥകളിയുടെ സ്റ്റെപ്പുകളൊക്കെ, പഴയകാല നൃത്തങ്ങളൊക്കെ മെഡിറ്റേറ്റീവായിരുന്നു. ഇപ്പോഴൊക്കെ ആകെ ബഹളം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലായി. ശരി, പഴയതും ഇപ്പോഴും വെച്ചിട്ട് മാച്ച് ചെയ്യലല്ല നമ്മുടെ ജോലി. നമ്മൾക്ക് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, സ്ലോ ആയിരിക്കണം, കുറച്ച് സ്ലോ ആയിരിക്കണം. മൂവ്മെൻറ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന മെഡിറ്റേഷനുണ്ട്. ഇത് മെയിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉറക്കം തൂങ്ങുന്ന ആളുകൾക്കാണ്. ചില ആളുകൾ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങും. അപ്പോൾ അവരോട് ഞാൻ പറയുക, നിങ്ങൾ ഒന്നുകിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കൈകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. മൂവ്മെൻറ്റ്സ് സ്ലോ ആയിട്ട്, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത മൂവ്മെൻറ്റ്സ്. അല്ലാന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ചെറുതായി നടന്നുകൊണ്ടൊക്കെ ശരീരത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് മനസ്സിനകത്ത് മെഡിറ്റേഷൻ, പുറമെ ചെറിയ മൂവ്മെൻറ്റ്സ്. ഇങ്ങനെ ചിന്തിക്കരുത്, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ശരീരം നിശ്ചലമായിരിക്കണം എന്ന ഒരു നിർബന്ധമില്ല. മൂവ് ചെയ്താലും ചെയ്യാൻ പറ്റും.
മൂവ്മെൻറ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ്. അപ്പോൾ ഇതിന് 3-4 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചൂസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം അതിന് പറ്റിയ ഏറ്റവും നല്ല സ്ലോ ആയിട്ടുള്ള സൂത്തിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് എവിടെയെങ്കിലും സെർച്ച് ചെയ്തിട്ടെങ്കിലും പഠിച്ചെടുക്കുക. മൂന്നാമത്തെ കാര്യം ആ പഠിച്ചെടുത്ത സ്റ്റെപ്സിനെ കുറച്ച് സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല പോലെ പെർഫോം ചെയ്യാവുന്ന രീതിയിൽ 1-2 ലൈന് മതി പെർഫോം ചെയ്യാവുന്ന രീതിയിൽ ചെയ്തു നോക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ തന്നെ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് റെക്കോർഡ് ഇട്ടിട്ട് നിങ്ങൾ തന്നെ കളിക്കുക. ഫൈനൽ സ്റ്റെപ്പ് കളിക്കുക. ആ ഫൈനൽ റെക്കോർഡ് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്തോളൂ. ലാസ്റ്റ് സ്റ്റെപ്പ് അത് നിങ്ങൾ തന്നെ കണ്ടിട്ട് അതിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കാം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതിൻ്റെ അപ്പുറത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡാൻസ് വീഡിയോ എനിക്ക് അയച്ചു തരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇത് നമ്മളുടെ ഉള്ളിലെ ഡോപ്പമൈൻ കെമിക്കൽസിനെയൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിലെ ഡോപ്പമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ ആക്ടിവേറ്റ് ആക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോണാണ്. ഈ ഹാപ്പി ഹോർമോൺ ആക്ടിവേറ്റ് ആവുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. നൃത്തം ചെയ്ത് ആക്ടിവേറ്റ് ആവും, വ്യായാമം ചെയ്ത് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇത് രണ്ടും കൂടെ അവിടെ മിക്സ് ആവുകയാണ്. അപ്പോൾ നമ്മളുടെ ഹാപ്പിനെസ് കൂടും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ എന്ത് വ്യത്യാസം വന്നു, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനിൽ എന്ത് വ്യത്യാസം വന്നു, നിങ്ങളുടെ മൂഡിൽ എന്ത് വ്യത്യാസം വന്നു എന്നുള്ളത് ഒന്ന് ഇരുന്നിട്ട് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് എനിക്ക് അയക്കും. എന്താ ഇത് ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിന് സംഭവിച്ച മാറ്റമെന്ന് ഓഡിയോ മെസ്സേജോ ടെക്സ്റ്റോ ആയിട്ട് അയക്കും. തീർച്ചയായിട്ടും മാറ്റം വരും. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ പ്രാക്ടീസ്. ചെയ്യൂട്ടാ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ പലരും ഇന്ന് ലൈവിലില്ല, ഞാൻ റെക്കോർഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. ഇതിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി. എന്തെങ്കിലും ഡൗട്ടുണ്ടോ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പിരിയാം. നാളെ വൈകുന്നേരത്തായിരിക്കും നമ്മളിനി കാണാം കേട്ടോ. നാളെ വൈകുന്നേരം. ആ, ചോദിച്ചോളൂ. സർ, ഇപ്പോൾ ഈ തരുന്ന പ്രാക്ടീസുകൾ ഓരോന്ന് മാക്സിമം മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രാക്ടീസ് കഴിഞ്ഞ് പോകുമ്പോഴും മുമ്പ് ചെയ്തിരുന്നതിനേക്കാൾ കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പ്രാക്ടീസ് ചെയ്യാത്ത സമയത്തുള്ള ഒരു ദിവസം ഒരുപാട് സമയമുണ്ടല്ലോ, വേറെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്തും അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് കുറെ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം മനസ്സിനെ പരിശീലിപ്പിക്കൽ എങ്ങനെയാണ് നടക്കുക എന്നറിയോ? മനസ്സിനെ പരിശീലിപ്പിക്കൽ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത് പയറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുകയാണേ, 24 മണിക്കൂറാണ് നമുക്കുള്ളത്. ഓക്കെ, ഒരു ജീവിതത്തിൽ, ഒരു ദിവസത്തിൽ. ഇതിലെ അരമണിക്കൂറിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നു. ആ എടുക്കുന്ന സമയത്ത് 23.5 മണിക്കൂർ നമ്മൾ ഒരു പരിശീലനവും ഇല്ലാതിരിക്കുന്ന ടൈമാണ്, സാധാരണ ടൈമാണ് നമ്മുടെ. ഈ അരമണിക്കൂറിൽ നമ്മൾ ഒരു വ്യത്യസ്തമായ ഡൈമെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളത് സത്യം തന്നെയാണ്, അല്ലേ? ബട്ട് ബാക്കി 23.5 മണിക്കൂർ എന്ന റിയാലിറ്റി നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മൊമെൻറ്റിലെ നമ്മളും ബാക്കിയുള്ള 23.5 മണിക്കൂറിലെ നമ്മളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അവിടെ നമ്മൾ അതിനെ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വരും. എന്നാൽ ഞാൻ വളരെ ജെന്യൂനായിട്ട് പറയാം, അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പ്രാക്ടീസ് കൂടി ഒരു അക്യുമുലേഷൻ ഓഫ് മെഡിറ്റേറ്റീവ് മൂഡ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. മെഡിറ്റേറ്റീവ് വൈബിൻ്റെ ഒരു അക്യുമുലേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നാച്ചുറലി വർഷങ്ങൾ കഴിയുമ്പോൾ, മനസ്സിനൊരു മെഡിറ്റേറ്റീവ് മൂഡ് ഉണ്ടാകുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ, എനിക്ക് ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാൻ 6 വർഷം കഴിഞ്ഞു. എൻ്റെ പ്രാക്ടീസുകൾ 6 വർഷത്തോളം ചെയ്തപ്പോഴാണ് എനിക്ക് വ്യത്യാസം വന്നത് കേട്ടോ. അപ്പോൾ 6 വർഷം കഴിഞ്ഞപ്പോൾ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. 13 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് ഞാനായത്, എൻ്റെ മെൻറ്റാലിറ്റിയും സാധനങ്ങളൊക്കെ ആയത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇത് ഇത്ര കാലപ്പഴക്കം എടുക്കും? ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി. ഒരു സെൽഫ് പ്രോഗ്രസ്സും വേണ്ട എനിക്ക്.
തോന്നിയ പോലെ ജീവിക്കാമെന്നൊക്കെ വിചാരിച്ച് തീരുമാനമൊക്കെ വന്നു. അപ്പം ഞാൻ എൻ്റെ ഗുരുനാഥന്മാരോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യുക. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ഹൈലി ഒരു പ്രത്യേക വൈബിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷന് 11, 12, 13 വർഷം എടുക്കും എന്നുള്ളതാണ്. അത് കേട്ടപ്പോഴാണ് ഞാനൊന്ന് അടങ്ങിയത്. ഞാൻ അങ്ങനെ ക്ഷമയോടെ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. ചെറുപ്പത്തിൽ തന്നെ പ്രാക്ടീസ് തുടങ്ങിയതുകൊണ്ട് 35 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം എൻ്റെ ആ ടൈം എത്തി എന്ന് പറയാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 6 മുതൽ 13 വർഷം വരെ എടുക്കും. നമ്മൾ ഈ കുഞ്ഞു പ്രാക്ടീസുകൾ ചെയ്ത് അരമണിക്കൂറാണ് നിങ്ങളൊരു ദിവസം മനസ്സിന് വേണ്ടി ചിലവഴിക്കുന്നതെങ്കിൽ ഈ അരമണിക്കൂറുകൾ ചെയ്ത് കുറേ കാലം കഴിയണം. ഗ്രാജ്വലി ഉണ്ടാകുന്നതാണ് ലൈഫ് തന്നെ മൈൻഡ്ഫുള്ളായി മാറുന്നൊരവസ്ഥ. അതുവരയ്ക്കും നമുക്ക് മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൈൻഡ്ഫുള്ളായിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മറ്റത് ലൈഫിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും തീർച്ചയായിട്ടും. ബട്ട് ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്സ്, ഇയേഴ്സ് എടുക്കുന്ന പ്രോസസ്സാണ് ഇതിങ്ങനെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ. എന്നാലോ ചില ആളുകൾക്ക് അങ്ങനെ അല്ലേനും, അതാ വലിയ രസം. എനിക്ക് തോന്നുന്നു എനിക്കിത് കാലം കൂടുതലെടുക്കാൻ കാരണം എൻ്റെ ക്രിട്ടിക് മൈൻഡ് ഭയങ്കര ഹൈയാണ്. ഒരു കാര്യത്തിൽ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഭയങ്കരമായിട്ട് അതിനെ സംശയിക്കും, ശരിയാണോ, ഒരുപാട് തവണ അതിനെ കുറിച്ച് തിരിച്ചും മറിച്ചും ചിന്തിക്കും. ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറേ ഗുണമുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പല സ്ഥലത്തും ഫേക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ എനിക്കുണ്ടാവില്ല. ജെന്യൂനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഗുരുനാഥന്മാരോട് സംശയം ദൂരീകരിച്ച്, കാരണം ഞാനിത് എൻ്റെ ജീവിതമാണ്. എനിക്ക് ഈ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ ജീവിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്, എനിക്ക് പഠിപ്പിക്കാനുള്ളത് എല്ലാം. അപ്പോൾ എനിക്കതിൽ നിർബന്ധമുണ്ട്, കുറച്ച് പിടിവാശിയുണ്ട് ഇതിൽ, ജെന്യൂനിറ്റി. ബട്ട് ഒരു പ്രാക്ടീസിന് വേണ്ടി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അതിനൊന്നും അത്ര ക്വസ്റ്റ്യൻ ചെയ്യാതെയും എനിക്ക് നല്ലപോലെ അറിയാം. നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെയും സംശയിക്കാതെയും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിരിക്കും. അപ്പോൾ അതിനൊരു ഉദാഹരണം നമ്മുടെ ബിനി മാഡം, നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ബിനി മാഡം ഒരു 6 മാസമായിട്ട് ഈ പ്രാക്ടീസ് സെഗ്മെൻറ്റിലേക്ക് കടന്നിട്ട് റെഗുലറായിട്ട് രാവിലെ അരമണിക്കൂറോളം മെഡിറ്റേഷനും വൈകുന്നേരം കുറച്ച് സമയം റീഡിങ്ങും ചെയ്യുന്നു. ഒരു 6 മാസത്തിനകം തന്നെ മാമിൻ്റെ ലൈഫിൽ വലിയ ചേഞ്ചസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതും പോസിബിലിറ്റി ഉണ്ട് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച്. ബട്ട് എന്നാലും നമ്മൾക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാവുന്ന രീതിയിൽ, ഉദാഹരണത്തിന് ഒരാൾ നമ്മളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാലും നമുക്കൊരു പ്രകോപനം ഉണ്ടാവാത്ത രീതിയിൽ, നമ്മളൊരാൾ വിഷമിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും തട്ടാത്ത രീതിയിൽ നമ്മുടെ മനസ്സിങ്ങനെ ആ രീതിയിലേക്ക് ഒരു സ്ട്രോങ് മൈൻഡായി മാറണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6 ഇയർ എങ്കിലും പ്രാക്ടീസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. പെട്ടെന്ന് നമ്മളിലൊരു മാറ്റം ഉണ്ടായാൽ ആ മാറ്റത്തെ വിശ്വസിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഏത് നിമിഷവും പെട്ടെന്ന് നിങ്ങൾ പഴയ പോലെ ആവാനും സാധ്യതയുണ്ട്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ബോധേഡാകണ്ട, പ്രാക്ടീസ് ചെയ്തിങ്ങനെ പോവാം. ശരിയോ? ഓക്കെ. അപ്പോൾ നമുക്ക് ബൈ ബൈ പറയാം. കാണാം കേട്ടോ. നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ എല്ലാവർക്കും. നല്ല മനസ്സോടുകൂടെ പോസിറ്റീവായിട്ടിരിക്കും. ബൈ ബൈ.